നമുക്കിനെ കഴിക്കാൻ പറ്റുന്ന ഫുട്ബോൾ ഉണ്ടാക്കിയാലോ? ചെറിയൊരു കുഞ്ഞു ബോളാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോണ്ടൻറ്റ് ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം ഇതുപോലെ ഒരേ സൈസിൽ വേണം കേട്ടോ ഉരുളകളാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വലിയൊരു സൈസ് ഫോണ്ടൻറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒട്ടിച്ചു കൊടുക്കുമ്പം ശ്രദ്ധിക്കണം, ആദ്യം മിഡിലൊരു ബ്ലാക്ക് വെച്ചിട്ട് അതിന് ചുറ്റുമായിട്ട് 5 വൈറ്റ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ കയ്യിൽ ബ്ലാക്ക് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വൈറ്റ് കളറിൽ പിടിക്കും. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഫുട്ബോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് റെഡിയാക്കാം. അപ്പോൾ 1 kg ടെൻഡർ കോക്കനട്ട് ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു കേക്ക് വരുന്നത്. അപ്പം ഞാൻ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തപ്പോഴാണ് ആ നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്, ഗ്രീൻ കളർ ഇല്ല മക്കളെ. ഫുട്ബോളിൽ ഗ്രീൻ ഗ്രാസ് ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ഫുട്ബോൾ? ആകെ ഒരു സിമ്പിൾ ആയിട്ടുള്ള തീമാണ്, ഗ്രാസും ഫുട്ബോളും മാത്രമേ ഉള്ളൂ. അതിൽ ഗ്രാസിൻ്റെ കളർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെട്ടുപോകൂലേ. നമ്മൾ പിന്നെ ബ്ലാക്കും യെല്ലോവും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. അഡ്ജസ്റ്റ് ചെയ്തതാണെങ്കിലും കാണാൻ കൊള്ളാമെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ടാറ്റാ.